ഇത് പൊതുസമൂഹമാകെ പ്രതിഷേധിക്കേണ്ട വിഷയമാണ്. ഞങ്ങൾ പൊതുസമൂഹത്തോടാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ നേരത്തെ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ രക്ഷിതാക്കളോടും അധ്യാപകരോടും ഒപ്പം തന്നെ വിദ്യാർത്ഥികളോടും അഭ്യർത്ഥിക്കുകയാണ്. ഈ അഭ്യർത്ഥന ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പൊതുസമൂഹമാകെ ഇതിനെതിരായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണം. അധ്യാപകർക്ക് പാദപൂജ എന്ന പേരിൽ അവരിപ്പോൾ ഞാൻ കാണിച്ചല്ലോ, തെളിവ് സഹിതമാണല്ലോ ഞാൻ കാണിച്ചത്. ഈ നിലയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ സ്കൂളുകൾ നടത്തുന്നത്. ശക്തമായ പ്രതിഷേധം കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്ന് പുരോഗമനവാദികളായ, മതനിരപേക്ഷവാദികളായ, മതവിശ്വാസികളായ, ഞാൻ അതും എടുത്തു പറയുന്നു. നിങ്ങൾ മതവിശ്വാസികളെ ഒന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളയരുത്. RSSനോടെയാണ് ഞാൻ പറയുന്നത്. RSS മതവിശ്വാസികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. മതവിശ്വാസം ഏറ്റവും പവിത്രമായി സൂക്ഷിക്കുന്ന മനുഷ്യർ ഈ കേരളത്തിനകത്തുണ്ട്. എല്ലാ മതത്തിൽപ്പെട്ടവരുമുണ്ട്. അവരെല്ലാവരും വിശ്വാസികളുണ്ട്. ആ വിശ്വാസികളെല്ലാം സ്വന്തം മതവിശ്വാസത്തെ ചേർത്ത് പിടിക്കുമ്പോഴും അവരുടെ മതവിശ്വാസത്തിന് ഏറെ ബഹുമാനം കൊടുക്കുന്നവരാണ് കേരളത്തിലെ. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. കേരളത്തിലെ മതനിരപേക്ഷയുടെ പ്രത്യേകതയാണ് സ്വന്തം വിശ്വാസത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോഴും അവരുടെ മതവിശ്വാസത്തെ അതിലേറെ ബഹുമാനത്തോടെ കാണുന്നവരാണ് മലയാളികൾ, കേരളക്കാർ. അതാണ് കേരളത്തിലെ മതനിരപേക്ഷയുടെ പ്രത്യേകത. കേരളത്തിലെ പൊതുവിദ്യാലയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരാചാരത്തിനും ഒരു മതവിശ്വാസത്തിനും എതിരല്ല കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. പക്ഷേ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളെ നമ്മൾ പഠിപ്പിക്കുന്നത് മതവിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ അവരുടെ മതവിശ്വാസത്തെ കൂടി ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. ആ അവരുടെ മതവിശ്വാസത്തെ ബഹുമാനിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ആശയത്തെയാണ് RSS ഇത്തരം നടപടികളിലൂടെ ചോദ്യം ചെയ്യുന്നത്. അവരുടെ മതവിശ്വാസം കൂടി പരിഗണിക്കപ്പെടണമെന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടവർ അപരമതവിശ്വാസത്തിൻ്റെ പ്രചാരകരായി കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരായ ശക്തമായ പ്രചരണം കേരളത്തിലെ പൊതുസമൂഹത്തിനകത്ത് നടക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ഘട്ടത്തിലും SFI ഉയർത്തിയിട്ടുണ്ട്. SFIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ നമ്മുടെ വിദ്യാഭ്യാസം മതനിരപേക്ഷമായിരിക്കണം എന്നാണല്ലോ. നിങ്ങൾ ആ പ്രതികരണങ്ങൾ കാണാത്തതുകൊണ്ടാവാം നിർഭാഗ്യവശാൽ ചോദ്യം ചോദിച്ചത്. എല്ലാ ഘട്ടങ്ങളിലും കേരളത്തിലെ രാജ്യത്തെ SFI ഉയർത്തുന്ന മുദ്രാവാക്യം രാജ്യത്തെ വിദ്യാഭ്യാസം മതനിരപേക്ഷമായിരിക്കണമെന്നതാണ്. ആ മതനിരപേക്ഷതയ്ക്കെതിരായി, ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരായി ഉയർന്നു വരുന്ന എല്ലാത്തിനെയും SFI എതിർക്കുകയാണ്. അത് ഒരു സ്പെസിഫിക്കായ വിഷയം എന്നുള്ളതല്ല. ഈ സ്പെസിഫിക്കായ വിഷയം തുടർച്ചയായ വാർത്തകൾ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രത്യേകമായ പ്രതികരണം ഞങ്ങൾ നടത്തിയത്. പക്ഷേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, ക്യാമ്പയിനുകളിൽ, ഞങ്ങളുടെ പ്രചരണങ്ങളിലെല്ലാം ഞങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആശയം ഈ മതനിരപേക്ഷമായ വിദ്യാഭ്യാസത്തിന് തുടർച്ച ഉണ്ടാവണം എന്നാണ്. ആ മതനിരപേക്ഷമായ വിദ്യാഭ്യാസത്തെ ചോദ്യം ചെയ്യാൻ കരുതിക്കൂട്ടിയുള്ള രാജ്യത്തെ സംഘപരിവാരത്തിൻ്റെ എല്ലാ ഇടപെടലുകളെയും നാം എതിർക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ജമാഅത്ത് ഇസ്ലാമി ഇനി പ്രത്യേകമായ എന്തെങ്കിലും ഇടപെടൽ ഈ വിഭാഗത്തിൽ നടത്തിയാൽ അതും എതിർക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ഒരു മതവിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അങ്ങനെ സംഘടിപ്പിക്കപ്പെടേണ്ടതല്ല നമ്മുടെ വിദ്യാലയങ്ങൾ. എല്ലാ മതത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും ഒരുമിച്ച് പഠിക്കാനും ഇടകലർന്ന് പഠിക്കാനും ഒരേ രീതിയിൽ ഇടപെട്ട് ജീവിക്കാനും കഴിയുന്ന വ്യവസ്ഥിതിയാണ് നമ്മുടെ സമൂഹത്തിൽ വേണ്ടത്. അതാണ് ഒരു പുരോഗമന സമൂഹത്തിൻ്റെ വ്യവസ്ഥിതി. നമ്മൾ കാണേണ്ട ഒരു പുരോഗമന സമൂഹം അതാണ്. എല്ലാവരും തുല്യരായി ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അതിൽ ഓരോരുത്തരും വ്യക്തിപരമായി അവരുടെ മതവിശ്വാസങ്ങൾ സൂക്ഷിക്കുക, അവരുടെ മതവിശ്വാസങ്ങളെ ബഹുമാനിക്കുക. ഇതാണ് നമ്മൾ സ്വപ്നം കാണേണ്ട ഒരു ലോകം. ആ ലോകത്തിലേക്കുള്ള മുന്നേറ്റം നടത്തുമ്പോൾ ഇത്തരം ചില പിന്തിരിപ്പൻ ആശയക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അവരെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് നാം സ്വീകരിക്കേണ്ടത്.